അപ്പം അങ്ങനെ നമ്മളെ ബസ് ഇവിടെ എത്തി. ഇനി ആൾക്കാരെ കിടക്കണം. തെളിവാണല്ലോ വന്നല്ലേ എന്നല്ലേ. ആ ടാറ്റ ടാറ്റ. അപ്പം നമ്മൾ ആലപ്പുഴ എത്തി. ആയി ആലപ്പുഴ എത്തി. ഇനി നേരെ ബോട്ടിലേക്ക്. അതാണ് സുഖല്ലേ. അപ്പം അങ്ങനെ ആലപ്പുഴ എത്തി. തെളിവാണല്ലോ നിങ്ങൾ വന്നല്ലേ എന്നല്ലേ. ആ ഓള് പോകുന്നില്ലേ? കൊറേ പറഞ്ഞു പോരാ. ഓള് പോകുന്നില്ല. ഇതാണ് നമ്മുടെ പ്രസിഡന്റ്. നമ്മളെ കോമഡിക്കാരൻ ഷാജ്, കോമഡിക്കാരൻ. ആ ട്രഷർ ഷൂട്ടർ. അതൊന്നും ചോദിക്കരുത്. അല്ല അത് പറയും. പൈസ എത്ര വേണ്ട പറയും. അല്ല പൈസ ഇങ്ങോട്ടല്ലേ തരണ്ടേ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് അതുപോലെ പോലെ പോലെ അത് പറയാം. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിന് ഇങ്ങോട്ട് പൈസ തരണ്ടേ. എന്താണ് നമ്മൾ നേരെ ഇനി ബോട്ടിലേക്ക് പോവാ. ഞാനേ എൻ്റെ ബാഗ് എടുത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ടിനെ കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ട് ഇവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട്, പാലം പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോകില്ല, ബ്ലോക്കാണ്. അല്ലെങ്കിൽ അവിടം വരെ പോയത് കുറച്ച് സ്ഥലം നടക്കാം. ഇവിടെ പാലം പണി നടക്കുന്നുണ്ട് അല്ലേ. പാലം പണി നടക്കുന്നുണ്ടാണ്. അതാണ് വണ്ടി വിടാത്ത. ഗതാഗതം പൂർണ്ണമായും വിചാരിച്ചു. യോങ്ങളീ വെള്ളമൊക്കെ പടയിട്ടുകൊണ്ടിരുന്നത് അതിലുണ്ടാവും വെള്ളേ. ആ അതെ, നിങ്ങൾ അവിടുന്ന് നല്ല ഫ്രഷ് വാട്ടർ വേണമെന്നല്ലേ. എന്തോ കട്ടുണ്ടാക്കല്ലേ, ബ്ലോക്ക് നിർമ്മാണം. ആലപ്പുഴയല്ലേ, പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം അല്ലേ.
ആ നാസർ ഇതൊക്കെ ബോട്ടിൽ നിന്നാണ് നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കല്. ആ ആ ഞാൻ ഇത് ബസ്സിൽ നിന്നാണ്. നമ്മള് കിസ് മത്സരങ്ങളൊക്കെ വെക്കുന്നുണ്ട്. മറ്റു മത്സരങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിൽ ചാമ്പ്യന്മാരാൾക്ക് സ്നേഹ സമ്മാനം സ്നേഹത്തോടെ കൊടുക്കണം സമ്മാനം അല്ലേ. ആ വണ്ടി അങ്ങോട്ട് പോയിക്കോട്ടെ. പാലമ്പടി ആയിക്കോട്ടെ. ആ ഇതിന് വേഗത്തിൽ ഈ ഡ്രസ്സൊന്നും മാറ്റില്ല. ഇവിടെ കോൺക്രീറ്റ് അതിൽ അപ്പോൾ നമ്മളെ ബോട്ട് ഇവിടെ ഇതാണ് ബോട്ട് ചെട്ടിയില്ലേ. ബോട്ട് ചെട്ടിയല്ലേ അതിന് പറയാം. പുന്നമടക്കായലാണല്ലേ അത്. പുന്നമടക്കായൽ. അപ്പോൾ നമ്മളിപ്പോൾ പുന്നമടക്കായൽ ഷാപ്പിൽ പോകണം. അപ്പം നമ്മൾ ബോട്ട് എന്താ ബോട്ടുകൾ സംഭവമാണല്ലേ. അടിപൊളി കൊട്ടാരങ്ങൾ. ഇതാണ് ഓരോ ബോട്ടുകൾ. നമ്മളെ ബോട്ട് ഇതാണ് തോന്നുന്നത്. പ്രാർത്ഥിച്ച് കയറിക്കൊള്ളിട്ടോ. ക്യാമറകളുടെ അഭിഷേകം. സ്റ്റെപ്പ് സാക്ഷ്യ സ്റ്റെപ്പാണല്ലേ. ഇതിന് നമുക്കൊരു മാറ്റം വരുത്താൻ വേണം. സാഹസ്യമായി കയറി കൂടിയതാലും ഇവിടെയാണ് കപ്പിത്താൻ. ഇതാണ് കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലം. ചെരുപ്പ് വരണോ? ചെരുപ്പ് ഇതാണ് റൂം. ടോയ്ലറ്റ്. ഇത് മറ്റൊരു റൂം. ഈ ഭക്ഷണം ഉണ്ടാക്കും. അടുക്ക് കിച്ചൺ. അങ്ങനെയുള്ള ഫുഡൊക്കെ ചോറൊക്കെ റെഡി. ബാക്കിയുള്ളതൊക്കെ റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളികേരം ചിരകണ്ട്. ചെറുകുളി നമുക്ക് മേലേക്കാണ് പോകേണ്ടത്. നമുക്ക് മേലേക്ക് പോകാം. ഇതാണപ്പോ ഇവിടെ എങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. അടിപൊളി. ടി വി ഉണ്ട്. വിശാലമായ ഡൈനിങ് ടേബിൾ.
എല്ലാ ലൈറ്റൊക്കെ കത്താവും. ഫുൾ സെറ്റപ്പ്. കുറച്ച് നേരം വിശ്രമിക്കാം. എങ്ങനെ അത് സ്കൂൾ കുട്ടികളാണ് തോന്നുന്നത്. അപ്പോൾ വേറെ ബോട്ടിൽ കയറണേ. ഇപ്പം ഈ ബോട്ടിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ 50 ആളെ കയറാൻ പാടുള്ളൂ. അങ്ങനെ കുട്ടികൾ കുറേ ഉണ്ടല്ലോ. അത് 2 ബോട്ടിൽ കയറുകയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിനെ പകുതിയും പകുതിയൊക്കെയാണ്. ചിക്കൻ ഉണ്ടാക്കി കൊടുക്ക. എന്നായിക്കോട്ടെ ശരി. ഇതാണ് പുന്നമടക്കായൽ ലക്ഷറി വില്ലാസ്. ബോട്ട് 4 ബോട്ട് ഇവിടെ റെഡിയാണ്. ഇന്ന് ബോട്ട് പോയിട്ടില്ല. എല്ലാ ബോട്ടും കൊടുക്കാനുണ്ട്. ഇപ്പുറത്തെ ബോട്ടില്ല. എണ്ണിച്ചിട്ടില്ല അവിടുന്ന്. കേരള മലപ്പുറം. ഹായ്, ഇതാണ് റൂം. റൂമിൽ ഇവിടെ അഡ്മിറ്റ് ആയോ? നിങ്ങളെ അടിപൊളി റൂമുകളാണ്. വാതിലടക്കണോ? ഇതാണ് ഇതിൻ്റെ ഇങ്ങേ ഭാഗം. ഇനി എങ്ങനെ പോകും വണ്ടി. സ്കൂൾ കുട്ടികളാണ്. വരുന്നില്ല. ഹിന്ദിക്കാരനാണ്. നാസർ പാട്ട് പാടാനുള്ള എല്ലാ ഹായ്. അപ്പുറത്തെ ബോട്ടിൽ ഇവിടുത്തെ കുട്ടികളാണ്. നാമക്കൽ. അപ്പം ഞങ്ങൾ പോവാണേ. ടാറ്റാ. ഞങ്ങൾ പോട്ടെ. ടാറ്റാ ടാറ്റാ. ടാറ്റാ. നിങ്ങളെ നാമക്കൽ, തമിഴ്നാട്. ഓക്കെ, ടാറ്റാ. 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 അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. അതാ നമ്മ പോയി മുട്ടി.
മുട്ടിയാലും കുഴപ്പമില്ല. നാസർ കുറേ നേരമായി അല്ലോ അല്ലോ അറിയണേ. ഇതെന്തേലും നടക്കുമോ? ബൈക്ക് പറ്റൂല. അയ്യോ 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 ഐസ്. അപ്പം നമ്മളെ യാത്ര ആരംഭിക്കുകയാണ്. ഇടിച്ചു 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 തട്ടി തട്ടി. തട്ടലൊരു പ്രശ്നമല്ല എന്നുണ്ട്. ഇത്ര അടുപ്പിച്ചെടുത്തല്ലേ. എല്ലാ കമ്പി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബോഡിക്കൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ ഈ കായലിലൂടെ ഇങ്ങനെ പോവാം. അവിടെയൊക്കെ കുറേ പവർ സ്റ്റാറിംഗ് അല്ല, അതാണ്. അതാണ് ഒടിഞ്ഞ് കിട്ടാത്തല്ലേ. അതോ അവിടെ ഒരു ബോട്ട്. നാഷണൽ സെൻറ്റർ ഓഫ് സ്പീഡ് ബോട്ട്. അടുത്ത് ഒരു കളിക്കാണ്. അതല്ല, നമ്മൾ പിറകെ വരാനോ തോന്നുന്നുണ്ട്. രണ്ട് സൈഡിലും പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ഉല്ലാസയാത്ര, നമ്മുടെ കച്ചവടക്കാരെല്ലാവരും പോയിട്ടുള്ള ഒരു അടിപൊളി ഉല്ലാസയാത്രയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹലോ, നമ്മൾ എസ്കോർട്ടായിട്ട് പോരുകയാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ പിറകെ വരിക. വിശദ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. എല്ലാവരും കാഴ്ചയിലേക്ക് മാറിയോ? ഹലോ, കേക്ക്
ഓരോ ബോട്ട് ഇങ്ങനെ നമ്മളെ എസ്കോർട്ടായിട്ട് വരും. ഇനി അപ്പുറത്തൊരു ബോട്ടുണ്ടാവും. ഇതാക്കിട്ട് നമ്മളെ എസ്കോർട്ട് വരുന്ന ബോട്ട് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വരുന്നത്. രണ്ട് സൈഡിൽ ഓരോ ബോട്ട് ആണ്. അപ്പുറത്തൊരു ബോട്ടുണ്ടായി നമ്മളെ പിറകല്ലേ, നമ്മളെ സേഫ്റ്റിക്കല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ഒരു ബോട്ട്, ഇപ്പുറത്തൊരു ബോട്ട്. എൻ്റെ ഫോണിൽ ഇത് മരിക്കില്ല, ഇത് മരിക്കില്ല. എൻ്റെ ഫോണിൽ ആയിക്കോട്ടെ. ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ കയറാം. ഇവര് അപ്പൊ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ്. നിർദ്ദേശങ്ങൾ നമ്മളെ മൈക്ക് ശരിയല്ലേ? അല്ല നിങ്ങളെ മൈക്കില്ലാതെ പറഞ്ഞാൽ കേൾക്കും. ആ കുറെ നേരം ചങ്ങനെ നന്നാക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. കംപ്ലൈന്റ് ആണത്. നമ്മളെ കൂടുതൽ ഒരാളാ ബോട്ടിലെ പോണ. യോ എന്താ കറക്കല്ലേ. ചൂണ്ടലിടുന്നുണ്ട് ഇവിടെ. എന്തൊരു സാധനം പല വഴികളാണ്. അപ്പൊ ഞങ്ങള് സ്പീഡ് ബോട്ടിൽ ഒന്ന് കയറിയിട്ട് വരാം. മൈക്ക് കംപ്ലൈന്റ്. മൈക്ക് കുറെ നേരമായി ശരി നടക്കൂലെന്നുണ്ട്. യൂട്യൂബാണ് ബാലകൃഷ്ണൻ കോട്ടയച്ചോല. ഇതിനുള്ളില് ഇവിടെ വന്ന് വ്ലോഗ് എടുക്കുന്നതിന്റെ കാര്യം നമ്മള് വന്ന വ്ലോഗ് എടുക്കണം. ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ പേര് നമ്പർ അടിച്ചാലും മതി. 97 067 905 സെർച്ച് ചെയ്താൽ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ഏതാണ്ട് 12 മണിക്ക് വീട്ടിൽ ഇറങ്ങിയവരുണ്ട്, 12:30 ഇറങ്ങിയവരുണ്ട്. നമ്മൾ ഇന്ന് 10 മണിക്ക് ബോട്ടിൽ വന്നു. നമ്മൾ ഉല്ലാസവരാണ്. നമ്മുടെ ഉല്ലാസയുടെ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ വിശ്വാസികളാണ്. തമ്പുരാന് തന്നെ പറയണം, നമ്മളിവിടെ അപകടം കൂടാതെ ഇവിടെ എത്തിച്ചതിന് എല്ലാവരും എഴുന്നേറ്റ് മൗനമായിട്ടുള്ള പ്രാർത്ഥന നടത്തിയ ശേഷം
ഈ കായലിന്റെ പേരാണ് വേമ്പനാട്ട് കായൽ. നമ്മളെ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും സ്കൂളിൽ പഠിച്ചതാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിന്റെ ദൈർഘ്യം എത്രയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ കായലാണ്. ഈ കായലിന്റെ മേൽപ്പരപ്പിൽ കൂടിയാണ് നമ്മൾ ഈ വലിയ ഒരു വീട് പോലെ, ഒരു കൊട്ടാരം പോലുള്ള ഒരു നൗകയിൽ യാത്ര ചെയ്യുന്നത്. അത് ഉല്ലാസത്തിന് വേണ്ടിയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെയാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഉല്ലാസം വയ്ക്കാം. എല്ലാവരും എൻജോയ് ചെയ്യാം. ആരും മടിച്ചിരിക്കാതെ എൻജോയ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കാം. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, അതിനുശേഷം ഒരു 4 മണിക്ക് നമുക്ക് ചായ കിട്ടും. 5 മണിയോടുകൂടി നമ്മൾ പുറത്തു പോകും. 5 മണി വരെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അതായത് നമ്മൾ കൊടുത്ത പൈസ അതായത് അതവിടെയാണ്. പിന്നെ നമ്മൾ ബസ്സിലേക്ക് പോകാം. സമയം കിട്ടിയാൽ നമ്മൾ ഒന്ന് ആലപ്പുഴ ബീച്ചിലോട്ട് പോകും. എന്നിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടരും. പിന്നെ ഇപ്പൊ വിനോദം അച്ഛനും വിനോദം കൂടെ സ്പീഡ് ബോട്ടിൽ ഒരു ട്രെയിനിങ്ങിനാണ്, ട്രയൽ. അതിന് 300 രൂപയാണ് ഒരാൾക്ക് അവർ പറഞ്ഞത്. താല്പര്യമുള്ളവർ, ഭയമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ ഉല്ലാസന വന്നായതുകൊണ്ട് പണം ചെലവാക്കും, എന്നാലേ പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അറിയിക്കാം. ഓക്കെ ഹലോ. ആ സ്പീഡ് ബോട്ടിലെ ഒരു പ്രകടനം വന്ന ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അത് മിസ്സാക്കുന്നത് നമുക്ക് കിട്ടാവുന്നതിലും നല്ലൊരു കാര്യമാണ്. പരമാവധി ആൾക്കാർ പോയാൽ നല്ലതായിരുന്നു. കമ്മീഷൻ ചെറിയൊരു പ്രോഗ്രാം കൂടെ പ്ലാൻ ചെയ്തിരുന്നു. അത് അത്രത്തോളം വിജയാർത്ഥികളെന്ന് അറിയില്ല. ഇതില് മത്സരാർത്ഥികളും അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് നമ്മളെല്ലാവരും അപ്പൊ ഓരോ ചോദ്യങ്ങളും അതേപോലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന ഓരോ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ചോദ്യങ്ങൾ. അതിൽ ജയിക്കുന്ന ആളുകൾക്ക് നമ്മൾ കുറെ ആളുകളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസർ ചെയ്ത ആളുകളെ നമ്മളിവിടെ അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ സമ്മാനം എന്നുള്ളത് നമ്മളിത് തെരഞ്ഞെടുക്കണം. ഇപ്പൊ ഏറ്റവും പ്രായം കൂടിയ ഈ കൂട്ടത്തില് കച്ചവടക്കാർക്കാണ് ആദ്യത്തെ സമ്മാനം കൊടുക്കുന്നത്. മുതിർന്നവര് ബഹുമാനിച്ചവരുണ്ട് ആദ്യ സമ്മാനം കൊടുത്തു. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ കച്ചവടക്കാരനെ ആരായിരിക്കും തെരഞ്ഞെടുക്കുന്നത്? രണ്ടുപേർക്ക് ഒരാളും ഒരു എനിക്ക് 38 കൊല്ലമുണ്ട്. 40 കൊല്ലത്തിലേറെ പരിചയമുണ്ടാവും. 40 കൊല്ലത്തിലേറെ പരിചയമുള്ളത്. എല്ലാവർക്കും സത്യം പറയണോ? അപ്പൊ നല്ലൊരു കൈയടി എടുക്കാം. സമ്മാനം നമ്മുടെ വിനോദ് എല്ലാരും കൈയടിക്കുക. വനിതാ വിഭാഗത്തിലാണ് ചേച്ചിയുടെ പ്രായമുള്ളവരില്ലല്ലോ. പെണ്ണുങ്ങളെ കൂടത്തില് ചേച്ചി സാന്തമ്മ ചേച്ചി അടുത്ത
ഹലോ 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 കുന്നുമ്മൽ സ്റ്റോർക്കാർക്ക് നൽകുന്ന സമ്മാനം നൽകുന്ന സൗകര്യം. ഓരോ പ്രോഗ്രാമിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഓരോ സമ്മാനങ്ങൾ ഉണ്ടാക്കാം. സമ്മാനം കൊടുത്തിട്ടില്ല. അതിന്റെ ഇടയിൽ നമുക്ക് പരിപാടികൾ ചെയ്യാം. ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്യാമറ കടിച്ചു പോകുന്നുണ്ട് ബിരിയാണീൻ്റെ മണം കേട്ടിട്ട്. ബിരിയാണി അവിടെ ഉണ്ടാക്കണേ അല്ല ഉണ്ടാക്കട്ടെ. നമുക്ക് സ്പീഡ് ബോട്ടിലൊന്ന് കയറിട്ട് വരാം. 300 റുപ്യാണ് ചാർജ്. 10 മിനിറ്റിനാണ് പറഞ്ഞത്. 10 മിനിറ്റിന് 300 രൂപ. റെഡിയാണ്. നമ്മളവിടെ നിന്ന് കണ്ട കുട്ടികളാണ് അവിടെ. നമ്മളെ വോട്ട് പോലില്ല, ആ വോട്ട് സ്പീഡാണ്. എടുക്കണ്ടേ അവിടെ പാട്ടോടെ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്. ഫോട്ടോ അല്ല, ചേച്ചീൻ്റെ മൊബൈൽ കൊണ്ടുപോണ്ട. അവിടെ ചെറിയ നാണയനെങ്കിൽ റെഡിയാണല്ലേ ഏട്ടാ ഓല അങ്ങനെയൊക്കെ വരും. നനപ്പിച്ചോണ്ടിട്ടോ, നനഞ്ഞോട്ടെ. ആ ഇതൊക്കെ വരും. മൂപ്പര് മാറട്ടെ. ഒന്നിരിക്കും. വീഡിയോ ഉണ്ട്, ഫോട്ടോ എടുക്കാം. അത് കൈ വന്നിക്ക്. ഓക്കെ. ഇവിടെ നിന്ന് കറങ്ങിട്ടോ. അറിയില്ല, ഫൈബറാണ്. എന്നെ ഒരു നല്ലോണ്ട് ഒടിച്ച നല്ല ബാക്കിലായില്ലേ. അപ്പോൾ അഞ്ഞ് ഇങ്ങോട്ട് വരൂലേ? മറ്റേ ടീം വരുന്നുണ്ടല്ലേ? ഓരോ ടൈം കഴിഞ്ഞോ? എന്തല്ലേ കാണുന്നത് നമുക്ക് പേടിയാകല്ലേ? മൂപ്പരനെ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. മൂപ്പരനെ ചെറുക്കണ്ടേ. മറ്റേ ഫോട്ടോ വരുന്നുണ്ട്. മറ്റേ ഫോട്ടോ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ അവസരം വരുന്ന അടുത്ത ഫോട്ടോ. അടിപൊളി. ചേച്ചി മുന്നിട്ട് പേടിക്കൂലേ? ബ്രേക്ക് അജാതി ബ്രേക്കാണ്.
നമ്മൾ ഈ ബോട്ടിൻ്റെ ഓണറുടെ പേര് ഓപ്പറേറ്റർ പാസഞ്ചർ കപ്പാസിറ്റി 60. എന്തൊക്കെ ഫോൺ നമ്പർ ഉണ്ട്, 2 ഫോൺ നമ്പർ ഉണ്ട്. ഇതിൽ കയറുമ്പോൾ ജാക്കറ്റ് ഇപ്പോൾ 60 ആൾ കൂടുതൽ കയറാൻ പാടില്ല. അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഓക്കെ ആയിക്കോട്ടെ. വിലങ്ങാൻ കണ്ടല്ലോ, അങ്ങനെ തന്നെ പിടിച്ചാൽ പോരെ? അങ്ങനെ പിടിച്ചാൽ പോരെ? അങ്ങനെ വിലങ്ങാൻ കണ്ടല്ലോ. റൊട്ടേഷൻ സോഴ്സിൽ ഇങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുക. യെസ്. ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. ഈ വണ്ടി ഓടിക്കും. പിന്നെ എൻ്റെ ഗിയറൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിലാണുള്ളത്. നല്ല കരിമീൻ അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അടിപൊളിയാണ്. ചേട്ടാ പേരെന്താ? പേര് ലിബിൻ. ലിബിൻ ചേട്ടനാണ് ഇതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത്. ഇവിടെ സവാളയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി. ഒന്ന് മേലെ പോകും. എടുത്തോ, ഞങ്ങളത് നിൽക്കണം. ആയിക്കോട്ടെ, എന്നാൽ പോവാ. സമയമുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ടോ മാറ്റിയിട്ട് ബിസ്ക്കറ്റ് വെച്ച് അത് കൈകൊണ്ട് തൊടാതെ പാലിലെത്തിയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് സമ്മാനം ആദ്യം ചെയ്യണം. ഓക്കെ, തല പൊട്ടിക്കൊണ്ട് ഇങ്ങനെ കൈയോട് തൊടാതെ. ഓക്കെ, നേന്ത്രപ്പഴം 9 പീസാക്കി കൊടുത്ത കൈകൊണ്ട് തൊടാതൊന്നോ ഒന്നുമില്ല. 9 പീസാക്കി തൊള്ളിലെത്തു. നേന്ത്രപ്പഴം 9 പീസാക്കിയിട്ട് വായിൽക്കൂടെ വെച്ചു കൊടുക്കും. ഓരോ പീസ് നിരത്തി ആടാതുന്നോ. അത് നിങ്ങൾ കൈയോട് തൊടാതെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാണ് ആദ്യം വായിക്കാൻ കഴിക്കണം. ഇതിന് പ്രത്യേകത കള്ളത്തിൽ പാടില്ല. ഇതിനെ ജഡ്ജ് മത്സരാർത്ഥി ഒക്കെ നമ്മൾ കണ്ടോ. നമുക്കൊരു തെളിവുണ്ട്. വീഡിയോ ഉണ്ട്. ഒന്ന് വെച്ച് അത് തിന്ന് കാണിച്ചേക്കണം. വീഡിയോ എടുക്കുക, എല്ലാരും ജഡ്ജാകാം. പങ്കെടുക്ക്. ഹലോ മനസ്സിലാവാറുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ റെഡി എന്ന് പറയുമ്പോ നെറ്റിയിൽ വെച്ചിട്ട് കൈയെടുത്തിട്ട് എന്ത് ചെയ്യാം? പരിപാടി റെഡി
വായിൽ കൊണ്ടുവന്നാ മതി. കൈകൊണ്ട് തൊടരുത്, കൈകൊണ്ട് തൊടാതെ. പതുക്കെ വാ. അടുത്തതിൽ കൊണ്ടുണ്ട. ആ കുഴപ്പമില്ല. സൈഡിൽ കൊണ്ടുവാ. സൈഡിൽ കൊണ്ടുവരും. മൂക്കിന് അടുത്ത മൂക്കല്ലേ. വാശിയേറിയ മത്സരമാണ്. രണ്ടാം സ്ഥാനത്ത് സമ്മാനമുണ്ട്. ആർക്കും കിട്ടിയില്ല തോന്നുന്നത്. രണ്ടാം സ്ഥാനം കുഞ്ഞാമത്തേടത്തില് നല്ല പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. കുഞ്ഞാമത്തേടത്തില് കണ്ണു തുറന്നു കൊടുക്കേ. മത്സരം കഴിഞ്ഞാലും അത് കളിക്കുന്നത് വാശിയോട് കൂടി ഒന്നാം സമ്മാനം ഫിറോസ്, രണ്ടാം സമ്മാനം സിൻസിയ, മൂന്നാം സമ്മാനം 4 മണിക്ക് ഇവിടെ 3 മണിക്ക് 5 മാജിക്കേ കൊടുക്കുള്ളൂ. 5 മാജിക്ക് ഫിറോസിന് ഫിറോസ് അടുത്ത പരിപാടിക്ക് എല്ലാവരും പങ്കെടുക്കണം. ഇത് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടതന്നെയാണ്. നല്ലൊരു മോട്ടിവേഷൻ ആണ്. എല്ലാവരും വരിക്കുന്നതിന് ശേഷം തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ആംഗ്യം കാണിക്കും. ആ കാണിക്കുന്നത് പാസ് ചെയ്ത് ലാസ്റ്റ് ചെല്ലുമ്പോ ആ ആംഗ്യം കാണിച്ചത് അവിടെ എത്തുന്നത് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കതിനൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്ന് മോട്ടിവേറ്റ് ആവും. ഓക്കെ, അത് രസമാണ്. പഴയതാണ്. എന്തായാലും പരിപാടി കട്ടെ. പരിപാടി ചെയ്യാനുള്ളൂ, അതിന് മനസ്സിലാവുന്നില്ല. എല്ലാവരും എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരാളെ തിരിഞ്ഞു നോക്കരുത്, ഒരാളെ തിരിഞ്ഞു നോക്കരുത്. ഹലോ ഹലോ ഇനി എല്ലാവരും അങ്ങനെ ഓക്കെ ഇനി സൗകര്യങ്ങൾ മാത്രം ഞാൻ ഇവിടുന്ന് ഒരു ആദ്യം കാണിച്ചു. അത് നിങ്ങൾ ഭാര്യയ്ക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത് എന്താണോ അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അത് മറ്റവർക്ക് അങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ പോകും. മനസ്സിലായില്ലേ? എല്ലാവരും ലാസ്റ്റ് എത്തുമ്പോ ഞാനിവിടെ നിന്ന് തന്ന മെസ്സേജ് എന്താന്നുള്ളത് നിങ്ങൾ അവിടെ കാട്ടിക്കൊടുക്കും. മനസ്സിലായില്ലേ? അല്ല, ലാസ്റ്റ് വരുമ്പോ എന്താണ് ആവുന്നത് എപ്പോഴും അറിയാം. ഓക്കെ
കാണിച്ചാ വേറെ വീഡിയോ ഹൃദയത്തിൽ എന്നെ സ്വീകരിച്ചു ഞാനേ കാണിച്ചോ ഒരാള് ഞങ്ങോട്ട് പറഞ്ഞു നമ്മളൊക്കെ ചെയ്യുന്ന അതേമാതിരി നിങ്ങൾ ചെയ്യാം വേറെ ആക്ഷൻ കാണിക്കും ലാസ്റ്റ് ഒന്നും ഇല്ലാതെയോ ഏട്ടത്തിരി അതന്നെയാണ് ഗെയിം അതാണ് ഗെയിം ചേച്ചി കാണിച്ചു കൊടുക്കുക ചേച്ചി അല്ല നിങ്ങളല്ല ചേച്ചി തിരിഞ്ഞു കൊടുക്കുക അതാണ് ചേട്ടൻ ഓടുന്നില്ല ആയിക്കോട്ടെ കാണിച്ചോ ഇന്ന് എല്ലാരും കാണട്ടോ ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരില്ലേ ഒക്കെ കാണാം സുഖത്തൊക്കെ കാണിച്ചു തരും അവിടെ ഞാൻ എന്താണ് കാണിച്ചു തന്നുള്ളത് ഇപ്പൊ എന്താ ചെയ്തത് ചെയ്യാൻ പറഞ്ഞെന്താണോ ഒരു സംഗതി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് പാസ് ചെയ്ത് പോകുമ്പോ അവസാനത്തെ കോലാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ ഒക്കെ അല്ലാതെ ഓരോ നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളുണ്ടാവും അത് പാസ് ചെയ്ത് പോകുമ്പോ ആ പ്രശ്നങ്ങള് വേറെ രീതിയിൽ മാറുന്നതാണ് ഈ പറഞ്ഞ ഈ ഒരു മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ